ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുട്ടിച്ചായനാണെങ്കിൽ അലീനയോട് പറയാണ്, ദേ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചെടുക്കണം മോളെ. ദേ ഞാനേ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവൻ്റെ പക്ഷത്താന്നാ. പക്ഷേ അവനത് വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നത് അലീനയുടെ പക്ഷത്താണ് ഞാൻ എന്നൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. പക്ഷെ ഞാൻ പിടികൊടുക്കുകയൊന്നുമില്ല. ഇത് കേട്ട നമ്മുടെ അലീനയാണെങ്കിൽ, അല്ല വല്യപ്പച്ച, എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? അല്ല, എന്താണ് പപ്പയ്ക്ക് ഇത്ര ദേഷ്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, പപ്പയുടെ ഫാമിലി എവിടെ വല്യപ്പച്ച? എന്താ പപ്പയുടെ ഫാമിലി ഇങ്ങോട്ട് വരാത്തത്? ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് വരാത്തത്? പപ്പയുടെ ഭാര്യയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൽസമ്മ എന്നാണ് പേര്. പിന്നെ ഇങ്ങോട്ടൊന്നും അവർ വരേന്നില്ലെന്നേ. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. അതായത് ഈ ലാലേച്ചൻ്റെ ഭാര്യയെ ഭയങ്കര ഭക്തിയുള്ള ഒരാളാണ്, ഈശ്വര വിശ്വാസി. അതുകൊണ്ട് ഓരോരോ ധ്യാനത്തിനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇന്ന സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും, പിന്നെ ഏത് സ്ഥലത്താണെന്ന് അന്വേഷിക്കും, എന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെ ധ്യാനവും മക്കളുമായിട്ട് കഴിയുന്ന ഒരാളാണ് എൽസമ്മ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനൊന്നും താല്പര്യമില്ല. എന്നാലും ഇവിടെ വലിയ ദൂരമൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് വരാനായിട്ട്. ഇത്രയും അടുത്ത് കിടക്കുന്ന ആൾക്കാർ, ഞാൻ ഇത്രയും ദിവസമായില്ലേ വന്നിട്ട്, എന്നിട്ട് പോലും ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അതുമാത്രമല്ല, പപ്പയും അങ്ങോട്ട് പോയി ആരെയും കാണാറുമില്ല. അതെന്താന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ എൽസമെന്നാ പറഞ്ഞ ആൻറ്റിക്ക് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അത് എൽസമ്മയുടെ സ്വന്തം വീട്ടിൽ. ഹാ, അവിടെയാണ് താമസിക്കുന്നത്. അതെങ്ങനെ ശരിയാവുന്നത്? പപ്പയോടൊപ്പമല്ലേ അവരെല്ലാവരും കഴിയേണ്ടത്. പിന്നെന്തിനാ അവരവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്? അതല്ലേ മോളെ ഇവിടുത്തെ പ്രശ്നം. അവനാണെങ്കിൽ കുറേ ഉപദേശിക്കുങ്ങളെല്ലാം പോയി, പക്ഷേ അതൊന്നും നടക്കുന്ന മട്ടില്ല. അവൻ കുറേ ഉപദേശിച്ച് നോക്കുകയും ചെയ്തു, പക്ഷേ അവരത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും എൽസമ്മ പറയുന്നത്, എനിക്ക് എൻ്റെ വീട്ടുകാർ മതി, എൻ്റെ വീട് വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ലാലിച്ചിൻ്റെ സ്വഭാവം മോൾക്ക് അറിയാലോ. അവനൊരു വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും പിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അവരായി അവരുടെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് ലാലിച്ച് നടക്കുള്ളൂ. ഒരുപാട് പറഞ്ഞു നോക്കിയല്ലോ, പക്ഷെ ഇങ്ങോട്ട് വരാനൊന്നും തയ്യാറായില്ലല്ലോ. പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ സ്വന്തം വീടിനെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെയും അവരുടെ വീടുകളെയൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് എൽസമ്മ. പക്ഷേ വല്യപ്പച്ച, അങ്ങനെയാണെങ്കിലും പപ്പയുടെ മക്കളില്ലേ, ആ മക്കളൊക്കെയോ? മക്കളെ കാണുമെന്നൊന്നും പപ്പയ്ക്ക് തോന്നാറില്ലേ? അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ നല്ല വലിയ ആൾക്കാരാണോ? പ്രായമായ പിള്ളേരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ, മൂത്താള് കോളേജിൽ പഠിക്കുക, രണ്ടാമത്തെ ആള് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം, ഒരു അസുഖത്തിൻ്റെ പേരിങ്ങനെ പറയുകയാണ്. മൂന്നാമത്തൊരു ആങ്കൊച്ച, അവനും പഠിക്കുകയാണ് എന്ന് പറയാണ്. അയ്യോ വല്യപ്പച്ച, അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകില്ലേ, ചികിത്സിക്കാറില്ലേ? പപ്പയ്ക്ക് അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടമില്ലേ? ഇവരെയൊന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇവരെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അവൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അവരുടെ ഇഷ്ടമാണോ അവരോട് വെറുപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ലാലിച്ചൻ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. ഈ ലാലിച്ചൻ്റെ ഭാര്യയെ ഒരു കാലത്തും ഇവന് സമാധാനം കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാ ലാലിച്ചൻ ഇപ്പം മാറി നിൽക്കുന്നത്. പിന്നെ എൽസമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ധ്യാനം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ എൽസമ്മയുടെ വഴിക്ക് എൽസമ്മയെ വിട്ടു. പക്ഷെ എന്ന് വിചാരിച്ച് ലാലിച്ചൻ പൈസ കൊടുക്കാതിരിക്കുകയൊന്നുമില്ല. ചോദിക്കുന്നതൊക്കെ പൈസയൊക്കെ കൊടുക്കും. അതെങ്ങനെ ചിലവാക്കുന്നു, എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നൊന്നും ലാലിച്ചൻ ചോദിക്കാറില്ല. അത് ചോദിക്കേണ്ട ആവശ്യവും ലാലിച്ചനില്ല. ലാലിച്ചൻ നോക്കിക്കഴിയുമ്പോൾ ലാലിച്ചന് ആവശ്യം മനസമാധാനമാണ്. അതുകൊണ്ട് ലാലിച്ചൻ അത് തേടിപ്പോയി എന്ന് പറയാണ്. എന്നാലും വല്യപ്പച്ച, ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. അവരെ വേറെ താമസിച്ചിട്ട് പപ്പ വന്ന് ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും? മക്കളെ കാണണമെന്നുള്ളൊരു ചിന്ത പോലുമില്ല. അല്ല, ഈ മക്കൾക്കും പപ്പയെ കാണണമെന്ന് തോന്നുന്നില്ലേ? എങ്ങനെ തോന്നാനാ? എൽസമ്മ അവരുടെ മനസ്സെല്ലാം മാറ്റി കാണും. പിന്നെ ആ എൽസമ്മയുടെ അമ്മയില്ലേ, മോള് കണ്ടതല്ലേ ഇവിടെ വന്നത്, അവർക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. എപ്പോഴും ലാലിച്ചനെ കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങൾ മുഴുവനേ പറയുള്ളൂ. ലാലിച്ചൻ കുടിയനാണ്, പെണ്ണ് പിടിയനാണ്, തോന്നിയ വാസിയാണ്,
മനസാക്ഷി ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൽസമ്മയുടെ ചെവിയിൽ ഓതി ഓതി കൊടുത്ത് ലാസ്റ്റ് എൽസമ്മയ്ക്ക് ലാലിച്ചനെ ഇഷ്ടമല്ലാത്തൊരു രീതിയിലായെന്നേ. അപ്പോൾ പിന്നെ നമുക്കിതിൽ കൂടുതൽ ഇടപെടാനായിട്ട് പറ്റില്ലല്ലോ. ഇതെന്തൊരു കഷ്ടമാണ് വല്യപ്പച്ച, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല. അവരായി അവരുടെ പാടായി. ഇനി ലാലിച്ചൻ ഏതായാലും അവരുടെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലേശം പറയാം. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്നപ്പോഴേക്കും ലാലിച്ചനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ലാലിച്ചനാണല്ലോ. അതെ, ലാലിച്ചനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടല്ലോ. എന്താ കാര്യം സംസാരിക്കാനുള്ളത്? അല്ല, ചാച്ചൻ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അല്ല, അപ്പനിങ്ങോട്ട് പോകുന്ന കാര്യം നിനക്കറിയാമായിരുന്നല്ലോടാ, അണ്ട് നീ എന്താ അറിയാത്ത പോലെ എന്നോട് ചോദിക്കുന്നത്? അതല്ല, അങ്ങോട്ട് പോകുന്ന കാര്യമേ ഞങ്ങളോട് ആരും പറഞ്ഞില്ല. എന്നതാടാ ഇത്, നിന്നോടൊക്കെ പറഞ്ഞിട്ടാ വന്നതെന്നൊക്കെ എനിക്കറിയാം. നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് അത് പറ. അത് പിന്നെ ലാലിച്ചനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് അറിഞ്ഞല്ലോ, ഒരു അലീന എന്ന് പറഞ്ഞ പെണ്ണിനെ. അല്ല, ഞങ്ങളോടൊരു വാക്കുപോലും ചോദിച്ചില്ല. ചോദിക്കാതെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട അവകാശങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കണ്ടേ? എനിക്ക് അഭിപ്രായം ചോദിക്കാനായിട്ട് തോന്നിയില്ല. അതായത് എൻ്റെ മകളാണ് അലീന, അതെങ്ങനെ ശരിയാവും? അവിഹിതത്തിലുണ്ടായ മകളെന്ന് പറ, അതല്ലേ ഏറ്റവും നല്ലത്. ലാലിച്ചനൊരു ഭാര്യയുണ്ട്. അത് ഞങ്ങളെല്ലാവരും കൂടി അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചൊരു ഭാര്യയാണ്. ആ ഭാര്യയിൽ 3 മക്കളും ഉണ്ട്. അവരാണ് യഥാർത്ഥ ഭാര്യയും മക്കളും, അല്ലാതെ എവിടെ നിന്നോ കയറി വന്നവളല്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അലീനയും ഒരു മനുഷ്യക്കുട്ടിയാ. അവൾക്ക് കൈകളും കാലുകളും കണ്ണുകളും മൂക്കും ചെവിയും ഒക്കെ ഉള്ളൊരു മനുഷ്യക്കുട്ടി, എല്ലാവരെയും പോലെ. അപ്പം പിന്നെ അവളെ മനുഷ്യഗണത്തിലല്ലേ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് അവളെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് നേരത്തെ വൈജ എന്ന് പറഞ്ഞൊരു പെണ്ണിനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി, അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ആ കാര്യം എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകൾ എന്നെ തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവളെ ഞാൻ പറയണോ? അവളെ ഞാൻ മാറ്റി നിർത്തണോ? അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പിന്നെ എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ലാലിച്ചൻ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാലും ഇത് വല്ലാത്തൊരു നാണക്കേടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം ലാലിച്ച, പക്ഷെ ഞങ്ങളാണ് അപമാനിക്കപ്പെടുന്നത്. നാട്ടുകാരുടെ മുന്നിൽ നോക്കാനായിട്ട് പറ്റുമോ? ലാലിച്ചൻ അവിഹിത സന്തതിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എല്ലാവരുടെ മുന്നിൽ നാണം കെടേണ്ട ഒരു അവസ്ഥ വരില്ലേ? നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ നഷ്ടപരിഹാരം തരാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? എത്രയാ നിങ്ങൾക്ക് വേണ്ടത്? അത് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതൊക്കെ മാറുമോ? അല്ല, കോടതി ഇങ്ങനെ പറയാറുണ്ടല്ലോ, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഏതെങ്കിലും രീതിയിൽ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരമെന്നല്ലേ കോടതിയും പറയുന്നത്. അതേപോലെ ഞാനും ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം വേണ്ടത്? അത് ഞാൻ അങ്ങോട്ട് തന്നേക്കാം എന്ന് വിചാരിച്ച് അലീനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലോട്ട് വരാൻ നിൽക്കണ്ട. എന്ത് വേണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നത്, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വെക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ആകെ കലിയും വന്നിട്ട് രക്ഷയില്ല. എങ്ങനെയെങ്കിലും അലീനയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗൂഢാലോചന ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സ്റ്റാൻലി വണ്ടി എടുത്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പാ. അപ്പോൾ കുട്ടിച്ചാൻ ഓടി വരികയാണ്. എടാ ലാലിച്ച, എങ്ങോട്ടാടാ പോകുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. പക്ഷെ ലാലിച്ചനൊന്നും പറയുന്നില്ല. ലാലിച്ചൻ കുട്ടിച്ചാൻ ഇങ്ങനെ തന്നെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ഒറ്റ പോക്കാണ്. അപ്പോൾ അവിടെ ജോലിക്കാരനുണ്ടായിരുന്നു. ജോലിക്കാരൻ ചോദിക്കണേ, എങ്ങോട്ടാ പോയത് ലാലിച്ചൻ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല. എടാ പിന്നെ നിനക്ക് എന്താടാ അറിയേണ്ടത്? നിനക്ക് ഇവിടെ എന്തിനാണ് ജോലിക്ക് നിർത്തിയിരിക്കുന്നത്? ചുമ്മാ ഒന്നും അറിയാൻ പാടില്ല. അതിന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാണോ പോകുന്നത്? അന്നെ കുട്ടിച്ചായനോട് പോലും പറഞ്ഞില്ലല്ലോ എവിടെയാ പോകുന്നതെന്ന്. പിന്നെ എന്നോട് പറയോ? പറയില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പം അലീന വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? അതെ മോളെ, നീ കണ്ടായിരുന്നോ? ലാലിച്ച വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്കാണ്. എങ്ങോട്ട് പോയി പപ്പ? എന്തിനാ പോയത്? ഒന്നും അറിയില്ല.
ചോദിച്ചിട്ടൊരക്ഷരം പോലും മിണ്ടിയില്ല. ഹാ, അവന് ഭയങ്കര ദേഷ്യമാണ് അല്ലേടാ എൻ്റെ. ഓ പിന്നെ ഞാനൊന്നും ദേഷ്യമൊന്നും കണ്ടില്ല, എനിക്കങ്ങനെ തോന്നിയില്ല. നിനക്ക് തോന്നില്ലടാ, നിനക്ക് തോന്നില്ല. നീ എപ്പോഴും വേറെ വല്ലയിടത്താണല്ലോ നിന്റെ ചിന്ത, അല്ലാതെ ലാലിച്ചൻ്റെ മുഖമൊന്നും നീ നോക്കാറില്ലല്ലോ. പിന്നെ നിനക്ക് തോന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടാ. അല്ല എന്താ വല്യപ്പച്ച ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല മോളെ. അവൻ ദേഷ്യം കൂടുമ്പോൾ അവൻ്റെ വണ്ടിയുടെ സൂചിയിലെ ഭയങ്കരമായിട്ടും കിടന്ന് കറങ്ങും. ആ ഒരു വലിയ ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവുകയാണ്. അല്ല വല്യപ്പച്ച, പപ്പയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവൂലല്ലോ. ഇതെന്തിനിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? കൂളായിട്ട് സംസാരിച്ചൂടെ? എല്ലാവരും കൂളായിട്ട് പെരുമാറിക്കൂടെ? എന്തിന് ഇത്രയും ദേഷ്യം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനങ്ങനെയാണ് മോളെ, അവനെ നമുക്ക് തിരുത്താനും പറ്റില്ല. അവൻ്റെ ജീവിതം അങ്ങനെ മാറിയിരിക്കുകയാണല്ലോ. പക്ഷേ അങ്ങനെ ജീവിതം മാറാനൊന്നും നമ്മൾ സമ്മതിച്ചു കൂടാ വല്യപ്പച്ച. കാരണം എങ്ങനെയെങ്കിലും പപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ കുടിയും വഴക്കും ഒക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം വല്യപ്പച്ച. എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ സ്നേഹത്തിൻ്റെ വില എനിക്ക് നന്നായിട്ട് തന്നെ അറിയാൻ വല്യപ്പച്ച. ഞാനേ അതേപോലുള്ളൊരു ജീവിതമല്ല ജീവിച്ചത്. ആരെങ്കിലും സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഓർഫനേജിലൊക്കെ ഒത്തിരി പേരുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തവും അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ അടുത്തുള്ളതുപോലെ ആകുമോ എല്ലാവരും? സ്കൂളിലൊക്കെ പോകുമ്പോഴേ തനിച്ചാണ് പോകുന്നത്. വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ കൂടെ നിന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആ കാര്യമൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുമുണ്ട്. അതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ വില എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം വല്യപ്പച്ച. അപ്പോൾ അച്ഛൻ്റെ ഫാമിലിയെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും പപ്പയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം മോളെ. നീ വിചാരിക്കുന്ന പോലെയല്ല, അത് നിസ്സാരമല്ല, ഭയങ്കര കഠിനമാണ് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ. എനിക്കറിയാം വല്യപ്പച്ച, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്ന് വിചാരിച്ച് എനിക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല വല്യപ്പച്ച. എങ്ങനെയെങ്കിലും പപ്പയുടെ മനസ്സ് മാറ്റണം, ആ ഉള്ളിലേക്ക് കയറിക്കൂടി ചെന്ന് ചേരണം. എന്നാൽ മാത്രമേ പപ്പയ്ക്കിനി ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഭയങ്കരമായിട്ടും ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.